SIR-മായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനൊപ്പം പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ആക്ഷേപങ്ങളും അറിയിക്കുന്നതിനുള്ള സമയവും ആരംഭിക്കും. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾക്കും മറ്റും 1 മാസം സമയം അനുവദിച്ചിട്ടുണ്ട്. ജനുവരി 22 വരെ ഇതിനായി സമയം അനുവദിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഈ മാസം 23 മുതൽ തന്നെ ഹിയറിംഗും പരിശോധനയും ആരംഭിക്കുന്നുണ്ട്. ഫെബ്രുവരി 14 വരെ ഹിയറിംഗും പരിശോധനയും നടക്കും. ഇതിനുശേഷം ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇതിനുശേഷം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. തിരുത്തലുകളിലും എതിർപ്പുകളിലും തീരുമാനമെടുക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന ERO-യാണ്. ഇത്തരത്തിൽ ERO എടുക്കുന്ന തീരുമാനങ്ങളിൽ തൃപ്തിയില്ല എങ്കിൽ 15 ദിവസത്തിനകം കളക്ടർമാർക്ക് പരാതി നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആകെ വിതരണം ചെയ്തത് 2.78 കോടി എന്യൂമറേഷൻ ഫോമുകളായിരുന്നു. ഈ ഫോമുകൾ അത്രയും തിരികെ ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇത് പ്രകാരം ആകെ 24,08,503 പേർ കരട് പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നാണ് കണക്ക്. ഇവരുടെ കണക്കുകൾ പട്ടിക തിരിച്ച് തയ്യാറാക്കിയിട്ടുമുണ്ട്. ആകെ ഒഴിവാക്കപ്പെട്ട 24 ലക്ഷം വോട്ടർമാരിൽ 6,49,885 പേർ മരിച്ചുപോയവരാണ്. 6,45,548 പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കണക്ക്. 8,16,221 പേർ സ്ഥിരമായി താമസം മാറിയവരാണ്. 1,36,029 പേർ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ്. ഇവർ വെട്ടിപ്പോയാലും ഏതെങ്കിലും ഒരു പട്ടികയിൽ അവശേഷിക്കും. 1,60,830 പേരെ മറ്റുള്ളവർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മറ്റുള്ളവർ എന്ന വിഭാഗത്തെക്കുറിച്ച് ധാരാളം ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ധാരണയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിമർശിക്കുന്ന സ്ഥിതിയുമുണ്ടായി. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച അവകാശങ്ങളും എതിർപ്പുകളും വോട്ടർമാരുടെ അവകാശമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഏതെങ്കിലും വോട്ടർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പൂരിപ്പിച്ച ഫോം സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും പേര് ഉൾപ്പെടുത്തുന്നതിന് അവസരമുണ്ട്. കരട് പട്ടിക സംബന്ധിച്ച് എതിർപ്പുകളും പരാതികളും അറിയിക്കാൻ ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ സമയമുണ്ട്. ഇക്കാലയളവിൽ ഫോം 6, ഡിക്ലറേഷൻ ഫോം എന്നിവ സമർപ്പിച്ച് പേര് ചേർക്കാൻ അപേക്ഷ നൽകാം. പേര് ചേർക്കുന്നതിനും പേര് വെട്ടിമാറ്റുന്നതിനുമായി 4 ഫോമുകൾ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നുണ്ട്. ഓരോ ഫോമിനും ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. പുതുതായി പേര് ചേർക്കുന്നതിന് ഫോം 6 ആണ് ഉപയോഗിക്കേണ്ടത്. പ്രവാസി വോട്ടർമാരായി പേര് ചേർക്കാൻ ഫോം 6A ഉപയോഗിക്കാം. മരണം, താമസം മാറൽ, പേര് ഇരട്ടിപ്പ് എന്നിവ മൂലം പേര് നീക്കം ചെയ്യുന്നതിന് ഫോം 7 ആണ് ഉപയോഗിക്കേണ്ടത്. വിലാസം മാറ്റുന്നതിനും മറ്റ് തിരുത്തലുകൾക്കും ഫോം 8 ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഫോമുകളെല്ലാം voters.eci.gov.in എന്ന ലിങ്ക് വഴി ഓൺലൈനായി തന്നെ ലഭിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ BLOയെ ബന്ധപ്പെടാം. കരട് പട്ടിക സംബന്ധിച്ച തിരുത്തലുകൾക്കും പരാതികൾ തീർപ്പാക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായുള്ള ഹിയറിംഗും പരിശോധനയും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ 23 മുതൽ തന്നെ ആരംഭിക്കും. 2026 ഫെബ്രുവരി 14 വരെ ഇതിന് സമയമുണ്ട്. ഇതിനുശേഷവും കരട് പട്ടികയിലുള്ള ഒരാളുടെ പേര് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ ഇത് സംബന്ധിച്ച് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവ് വന്ന 15 ദിവസത്തിനകം 1ാം അപ്പീൽ അധികാരിയായ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഥവാ DEOക്ക് പരാതി നൽകാം. സ്വാഭാവികമായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 24A പ്രകാരമാണ് അപ്പീൽ നൽകേണ്ടത്. ജില്ലാ കളക്ടർക്ക് നൽകിയ 1ാം അപ്പീലിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ ഉത്തരവ് വന്ന് 1 മാസത്തിനകം ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 24B പ്രകാരം 2ാം അപ്പീൽ അധികാരിയായ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ട്. ഹിയറിംഗും പരിശോധനകളും കഴിഞ്ഞ് 2026 ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി ഒഴിവാക്കപ്പെടുന്നവരുടെ ഒഴിവാക്കൽ പട്ടിക കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആക്ഷേപങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചിട്ടുണ്ട്. മരിച്ചുപോയവർ,
കണ്ടെത്താൻ സാധിക്കാത്തവർ എന്നിവരെ സംബന്ധിച്ച് കമ്മീഷൻ തയ്യാറാക്കിയ പട്ടിക വസ്തുതാപരമല്ലെന്ന ആക്ഷേപം ശക്തമാണ്. കണ്ടെത്താൻ കഴിയാത്തവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പേര് വെട്ടിയതിൽ CPI നേതാവ് രാജാജി മാത്യു തോമസിന്റെയും ഭാര്യയുടെയും പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. കണ്ടെത്താൻ സാധിക്കാത്ത അതേ താൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് രാജാജി മാത്യു തോമസ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. SIR നടപടികളിൽ പോരായ്മയുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താനെന്നാണ് രാജാജി മാത്യു തോമസ് പറഞ്ഞത്. സമാനമായി പല കക്ഷികളും നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതിയുണ്ടായി. SIR നടപടിക്രമങ്ങളുടെ തീയതി നീട്ടണമെന്ന് BJP ഒഴികെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. 2022 പട്ടികയിൽ അവനവനോ ബന്ധുക്കളോ ഉൾപ്പെട്ടിട്ടില്ലാത്തവർ സമർപ്പിക്കേണ്ട രേഖകൾ സംബന്ധിച്ച് നേരത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയിരുന്നു. 12 രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയതാണ്. 1987 ജൂലൈ 1 മുൻപ് ജനിച്ചവരാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരൻ, പെൻഷൻകാരൻ എന്നിവർക്ക് നൽകുന്ന ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ, സർക്കാർ തദ്ദേശീയ അധികാരികൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, LIC, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയ തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ രേഖയായി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അംഗീകൃത ബോർഡുകളും സർവകലാശാലകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, സർക്കാർ നൽകുന്ന ഭൂമി വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ്, നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ, അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ, ആധാർ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ തന്നെ മതി. വോട്ടർമാരെ ബോധപൂർവം പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നതിനുള്ള ഉപാധിയാണ് SIR എന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തീർത്തും തെറ്റാണ് എന്നും കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത് മാത്രമാണ് SIRന്റെ ലക്ഷ്യമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യത്യസ്ത വകുപ്പുകൾ പ്രകാരം തീർത്തും നിയമപരമായാണ് SIR നടക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.